മരുതോങ്കര പഞ്ചായത്തിലെ 10ാം വാർഡിൽ കളിക്കളം നിർമ്മിക്കുന്നതിന് സ്ഥലം മേടിക്കാൻ ആക്രി ശേഖരിക്കുകയാണ് നാട്ടുകാർ. മലയോര കളിക്കളവും വയോജന പാർക്കും ഒരുക്കുന്നതിനായാണ് ധനസമാഹരണത്തിന് വേണ്ടി ആക്രി ശേഖരിക്കുന്നത്. മരുതോങ്കര ഗ്രാമപഞ്ചായത്തിലെ വണ്ണാത്തിച്ചിറ എന്നറിയപ്പെടുന്ന 10ാം വാർഡിൽ കളിക്കളം ഒരുക്കുന്നതിനായി വിവിധ മാർഗങ്ങളിലൂടെ ധനസമാഹരണം നടത്തുകയാണ് നാട്ടുകാർ. മലയോര കളിക്കളത്തിനായി കമ്മിറ്റി രൂപീകരിച്ചാണ് പ്രവർത്തനം. കഴിഞ്ഞ ദിവസം സ്നേഹപ്പയറ്റിലൂടെ ധനസമാഹരണം നടത്തി. നാട്ടിലെ പ്രവാസികൾ പ്രവാസ ലോകത്തും ധനസമാഹരണം നടത്തിക്കൊണ്ട് നല്ല സഹകരണമാണ്. അതിനിടയിലാണ് ആക്രി ശേഖരിച്ചും പണം കണ്ടെത്താമെന്ന് നാട്ടുകാർ തീരുമാനിക്കുന്നത്. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും ന്യൂക്ലിയർ ഫാമിലിയിലേക്കുള്ള ഈ പരിണാമ കാലഘട്ടത്തിലും പിന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾ യൂത്തിനെ അടക്കം ബുദ്ധിമുട്ടിക്കുന്ന ഈ കാലഘട്ടത്തിലും ഒരു കളിക്കളം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീട്ടുമുറ്റത്ത് പോലും കളിക്കാൻ സ്ഥലമില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഈ കളിക്കളം എന്ന സ്വപ്നം പൂവണിയാനായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദനത്തിന് അർഹിക്കുന്നു. അതിന് അവർ സ്വീകരിച്ച വഴിയാണ് അതിനേക്കാളും അഭിനന്ദനാർഹം. ഓരോ വീട്ടിലും വേസ്റ്റായി കിടക്കുന്ന സാധനങ്ങൾ ശേഖരിച്ച് അതിൻ്റെ മൂല്യം ഒരു സമൂഹത്തിലേക്ക് പകരുന്നതിനും ഈ ഒരു രീതി അവർ അവലംബിച്ച ഈ ഒരു രീതി ഏറ്റവും അഭിനന്ദനാർഹം തന്നെ. മലയോര മക്കളുടെ ഈ സ്വപ്നം പൂവണിയട്ടെ എന്ന് ആശംസിക്കുന്നു. വീടുകളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഇരുമ്പ്, പ്ലാസ്റ്റിക്കുകൾ, ഹാർഡ്ബോർഡ് പേപ്പറുകൾ തുടങ്ങിയ ആക്രികളാണ് യുവാക്കളും കുട്ടികളും ചേർന്ന് ശേഖരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് യുവാവായ വാർഡ് മെമ്പർ ദിബിൻ ഓസിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രവൃത്തി നമ്മളിപ്പോൾ ഞാനിവിടെ മത്സരത്തിലേക്ക് വന്ന സമയത്ത് കുട്ടികൾ ഏറ്റവും കൂടുതലായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കളിസ്ഥലം നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ലഹരി വല്ലാതെ കൂടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ മക്കളെയൊക്കെ ഇതിലേക്ക് വീണ് പോകാതെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അതോടൊപ്പം നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിന് നമ്മളിപ്പോൾ സ്നേഹപ്പയറ്റ് നമ്മൾ സംഘടിപ്പിച്ചു. അതോടൊപ്പം നമ്മൾ ഈ ആക്രി, ചിരട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് വിൽക്കുന്ന ഒരു സാഹചര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ആക്രി സാധനങ്ങൾ, പഴയ സാധനങ്ങൾ എടുക്കുന്നതോടൊപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ ശുചിത്വം ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചാണ് ഇതിൻ്റെ ഫണ്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ നാട്ടിലുള്ള നമ്മളിപ്പോൾ ഓരോ വീടും ഇതിൻ്റെ ഭാഗമായിട്ട് സമീപിച്ചിട്ടുണ്ട്. ആ വീട്ടിലൊക്കെ പോകുമ്പോൾ എല്ലാവരും നല്ല ഒരു സമീപനമാണ് നമ്മളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിക്കുന്നത്. നമ്മുടെ ഈ വാർഡിലായാലും പുറത്തുള്ളവരും ഈ നല്ല സഹകരണമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രവൃത്തി ഇനി അങ്ങോട്ട് നമ്മളെ ഈ പറയുന്ന ഈ പ്രവാസികളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം ജനങ്ങളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു കളിസ്ഥലമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പ്രവൃത്തി നല്ലൊരു വിജയത്തിൽ എത്തിക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. നെടുവാൽ പുഴയോരത്തുള്ള 54 സെന്റ് സ്ഥലമാണ് കളിക്കളത്തിനായി വാങ്ങിക്കാൻ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. സ്ഥലം ലഭിച്ചാൽ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ എംപിയുടെയും MLAയുടെയും പ്രാദേശിക വികസന ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി കുട്ടികൾക്കും യുവാക്കൾക്കുമായി കളിക്കളവും വയോജനങ്ങൾക്കും സ്ത്രീകൾക്കുമായി ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള പൊതു ഇടവും നിർമ്മിക്കാനാണ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളും കയറി അവിടെ അശ്രദ്ധമായിട്ടിട്ടുള്ള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക്, ഇരുമ്പ് സാധനങ്ങൾ, അലുമിനിയം ഇങ്ങനെയുള്ളതൊക്കെ ശേഖരിച്ചുകൊണ്ട് ധനം ശേഖരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു കളക്ഷനുമായിട്ട് വീടുകളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു മനോഭാവം, അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും അത് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വീടുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടിൻ്റെ മൂലകളിൽ കൂട്ടിയിട്ടിരിക്കുന്ന അതല്ലെങ്കിൽ അലക്ഷ്യമായിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ ശേഖരിക്കുന്നതോട് കൂടിയിട്ട് അവർക്ക് ഇത് വലിയൊരു ഉപകാരമായിട്ടാണ് കണ്ടുവരുന്നത്. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.